നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് CPM. ശബരിമല സ്വർണ്ണ കവർച്ചയിലടക്കം വിശദീകരണം നൽകാനാകാതെ നേതൃത്വം. ജനസമ്പർക്ക പരിപാടിയിലടക്കം നൽകേണ്ട ഉത്തരം കീഴ്ഘടകങ്ങൾക്ക് സർക്കുലറിലൂടെ നൽകിയിരുന്നു. എന്നാൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടുമെന്ന ബോധ്യത്തിലാണ് നേതൃത്വവും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി CPM-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്ന ഭയമാണുള്ളത്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ നിന്നും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയിരിക്കുന്നത്. സ്ക്വാഡുകളായി തിരഞ്ഞെടുപ്പ് സമയത്ത് വീടുകൾ തോറും കയറിയിറങ്ങി വോട്ട് പിടിക്കുന്ന സമാന രീതി തന്നെയാണ് ഗൃഹസമ്പർക്ക പരിപാടിക്കുള്ളത്. പക്ഷേ ഇപ്രാവശ്യം പെരുമാറ്റച്ചട്ടങ്ങൾ കൂടി അണികൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് മാത്രം. കീഴ്ഘടകങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പാർട്ടി നൽകിയത്. പെരുമാറ്റച്ചട്ടങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പെരുമാറ്റച്ചട്ടമൊക്കെ ഇറക്കിക്കൊണ്ട് വോട്ട് പിടിക്കുന്നത് വീണ്ടും ഇടതുമുന്നണിക്ക് അപഹാസ്യമായി മാറുകയാണ്. സ്വർണ്ണക്കവർച്ച മുതൽ തൊണ്ടി മുതൽ വരെയാണ് CPM-ന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് ചോദിക്കുവാനുള്ള പ്രധാന കാര്യങ്ങൾ. സ്വർണ്ണക്കവർച്ച കേസിൽ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പാർട്ടി ആദ്യഘട്ടം മുതൽ എടുത്തത്. ഈ ചോദ്യങ്ങൾ ജനമധ്യത്തിൽ നിന്നും വരുമ്പോൾ കൃത്യമായ നിലപാട് ഉചിതമായ സമയത്ത് എടുക്കുമെന്ന് പറയണമെന്നാണ് പെരുമാറ്റച്ചട്ടത്തിലുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഈ പെരുമാറ്റച്ചട്ടവും അണികളുടെ വോട്ടുപിടുത്തവും ഒക്കെ തന്നെയും സമകാലിക രാഷ്ട്രീയത്തിൽ ചർച്ചയായി മാറുകയാണ്. തന്ത്രിയെ ഉൾപ്പെടെ സ്വർണ്ണക്കവർച്ചാ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോഴും ഉന്നതതലത്തിലെ മന്ത്രിമാർ വരെ പിടിവീഴാതെ ഇരിക്കുന്നതും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്നാണ് ശങ്കരദാസിനെ പോലും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. എന്തായാലും പെരുമാറ്റച്ചട്ടമനുസരിച്ചുള്ള വോട്ടുപിടുത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ജനം, തിരുവനന്തപുരം.